എറണാകുളം നെടുമ്പാശ്ശേരിയിലെ ഹോട്ടൽ ജീവനക്കാരന്റെ അപകടമരണം കൊലപാതകമെന്ന് പോലീസ്. 2 CISF ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോട്ടൽ ജീവനക്കാരനായ ഐവാൻ ജിജോയെ മനഃപൂർവ്വം വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. CISF ഉദ്യോഗസ്ഥരായ വിനയകുമാർ, മോഹൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാഹനം സൈഡ് നൽകുന്നതിനിടെയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. എന്താണ് യഥാർത്ഥ സംഭവം ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വന്നപ്പോഴാണ് തോമർ റോഡിൽ AKG ഗ്രൗണ്ടിന് സമീപം മറ്റൊരു ആൾട്ടോ കാർ കിടപ്പുണ്ട്. അപ്പോൾ ഈ 2 കാറും തമ്മിൽ സൈഡ് കൊടുത്തപ്പോൾ ഉണ്ടായ തർക്കം എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത്. അദ്ദേഹം ഒരു നിരപരാധിയായിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. CSF ഭടൻ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഒരു തിണ്ണമിടക്ക് കാണിച്ചായിട്ടാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇവിടെ പല വിഷയങ്ങളിലും ഇവരാരും ഇതിൽ ഇടപെടാറുണ്ട്. അവരോട് ആരും ചോദിക്കില്ല, അവരോട് ആരും പറയില്ല എന്നുള്ളൊരു മുട്ടാപ്പോക്ക്. നമ്മള് ഈ സംഭവം ഇന്നലെ നൈറ്റ് നടന്ന സംഭവം നടന്നിട്ടുണ്ട്. സംഭവം നടന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിനായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തത് 2 അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ്സൊക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ 2 ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട്. നിലവിൽ അവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ്. അപ്പോൾ അതല്ലാതെ ബാക്കി ഇപ്പോൾ തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. മാഡം, എന്താണ് പ്രകോപന കാരണം? റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്നും ആക്ച്വലി നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. സംഭവത്തിലുള്ള ബാക്കി എല്ലാവരുടെ മൊഴികളും നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നിരീക്ഷണത്തിലാണോ? അപ്പം നമ്മുടെ ബാക്കിയുള്ള തെളിവുകൾ മറിച്ചാലിന്റെ ബേസിക് പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വെരിഫൈ ചെയ്യണം. അവർ CSF. ഈ കൊല്ലപ്പെട്ട യുവാവ് ഇതെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി, മൊബൈൽ പകർത്തി, അത്തരത്തിൽ വിവരമുണ്ടോ നമുക്ക്? നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇവിടുത്തെ CISFന്റെ SIയും അവിടുത്തെ ഒരു കമ്പനീൻ്റെ റൈറ്ററായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. അപ്പോൾ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ CISFോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്കതിന് വ്യക്തമായിട്ടില്ല. അപ്പോൾ ഇവരുടെ ബേസിക് ഡീറ്റെയിൽസ് ഒരാൾക്ക് പരിക്കുണ്ട്. അവർ മെഡിക്കൽ സർവൈലൻസിലാണ്. മാറ്റിയിട്ടില്ല. നമ്മൾ ക്രൈം സീൻ ഡിസ്ട്രിക്ട് ഈ ആദ്യം ഈ കാർ അങ്ങനെ ഇവിടെ സംഭവം നടന്ന സമയത്ത് ഈ സംഭവം അവർക്ക് ആദ്യം ഇഞ്ചൂർഡ് ആയതുകൊണ്ട് സ്ഥലത്തിൽ നിന്ന് മാറ്റി. പിന്നെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അല്ലല്ലോ, വരണം. നെടുമ്പാശ്ശേരിയിലെ ഹോട്ടൽ ജീവനക്കാരന്റെ അപകട മരണമാണ് കൊലപാതകമാണെന്ന് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, പ്രകോപന കാരണം എന്തായിരുന്നു എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നാണ് SP ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 2 CISF ഉദ്യോഗസ്ഥരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹോട്ടൽ ജീവനക്കാരനായ ഐവാൻ ജിജോയെയാണ് ഇന്നലെ രാത്രി വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. മനഃപൂർവ്വം വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. CISF ഉദ്യോഗസ്ഥരായ വിനയകുമാർ എന്നിവരാണ് മരിച്ചത്.